ടൈംസിന്റെ ബെസ്റ്റ് ഇന്നോവേഷൻ അവാർഡ് 2022 ലഭിച്ച 2022 ഏറ്റവും കിടിലനായിട്ടുള്ള 6 ഇന്നോവേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആറാമത്തത് ലൂമിയോ ടെനോ. ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ ഒരു പാറക്കല്ല് പൊട്ടിച്ച മാതിരി ഇരിക്കും. എന്നാൽ ഈ ഒരു കല്ല് നമ്മൾ ഇങ്ങനെ വലിച്ചു തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് വളരെ നല്ലൊരു ഹ്യൂ ഉള്ള ലൈറ്റ് കാണാനായിട്ട് പറ്റും. അതായത് ഹാരി പോട്ടർ പോലെയുള്ള സീരീസിൽ ഡ്രാഗണിന്റെ ഒക്കെ മുട്ട വിരിയുമ്പോൾ അതിനകത്തുനിന്ന് വരുന്ന ഒരു ഓറ ഗ്ലോ പോലത്തെ ഒരു സാധനം. പക്ഷെ ഇത് എന്താണ്? കാണാനായിട്ടൊരു പീസ് ഓഫ് ആർട്ട് പോലെ ഉണ്ടെങ്കിലും ഇത് ടച്ച് കൺട്രോൾസ് ഒക്കെ ഉള്ള നോർമൽ ബ്ലൂടൂത്ത് സ്പീക്കർ ആണ്. ആൻഡ് ഇതിന്റെ ലൈറ്റ് നമുക്ക് 4 രീതിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിൽ ഇന്നോവേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഡിസൈൻ എന്ന് മാത്രം. അഞ്ചാമത്തത് കോമിറ്റീർ. നമ്മൾക്കറിയാലോ, ഒരു കോഫി ഉണ്ടാക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോഫി ഇഷ്ടപ്പെടും. പക്ഷേ നോർമലി നമ്മൾ കുടിക്കുന്ന കോഫിയെക്കാളും 10 ടൈംസ് സ്ട്രോങ്ങർ ആയിട്ടുള്ള കോഫി നിങ്ങൾക്ക് കിട്ടിയാൽ, സോ കോമിറ്റീർ എന്ന് പറയുന്ന ഒരു ഇന്നോവേഷൻ വഴി അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫൈനലി ഗ്രൗണ്ട് ആയിട്ടുള്ള കോഫി ബീൻസിൽ നിന്നും കോഫി എക്സ്ട്രാക്ട് ചെയ്ത് നോർമൽ കോഫിയിലും 10 ടൈംസ് സ്ട്രോങ്ങർ ആയിട്ടുള്ള കോഫി ഉണ്ടാക്കിയിട്ട് ആ കോഫി ഇൻസ്റ്റന്റ് ആയിട്ട് ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ച് ഫ്രീസ് ചെയ്ത് ആ ഒരു ഫ്ലേവർ ലോക്ക് ചെയ്ത് വെക്കും. ഇനി പിന്നീട് നിങ്ങൾക്ക് കോഫി ഉണ്ടാക്കി കുടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രീസറിൽ നിന്നും ഈ ഒരു സാധനം പുറത്തെടുത്ത് ജസ്റ്റ് ചൂടാക്കി കഴിഞ്ഞാൽ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കിടിലൻ കോഫി ലഭിക്കും എന്നാണ് ഈ ഒരു കമ്പനി പറയുന്നത്. നാലാമത്തത് കൗബോയ് C4. കൗബോയ് C4 എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ഇ സൈക്കിൾ ആണ്, അല്ലെങ്കിൽ ഇ ബൈക്ക് ആണ്. ഇത് ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ ഒരു നോർമൽ സൈക്കിൾ പോലെ ഇരിക്കും. നോർമൽ സൈക്കിൾ പോലെ പെഡലും ഉണ്ട്, ചെയിനും ഉണ്ട്. പക്ഷേ ഇത് ഒരു അസിസ്റ്റഡ് ആയിട്ടുള്ള സൈക്കിൾ ആണ്. ഉദാഹരണത്തിന് നിങ്ങൾ സൈക്കിൾ ചവിട്ടുമ്പോൾ വളരെ വലിയൊരു കയറ്റമാണ് വരുന്നത്. നിങ്ങൾക്ക് പാടുപെട്ട് ചവിട്ടണമെങ്കിൽ ഈ ഒരു സൈക്കിൾ ഇതിനകത്തുള്ള മോട്ടോർ ഉപയോഗിച്ച് നിങ്ങളെ അസിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സുഖമായിട്ട് ആ ഒരു കയറ്റം കയറി പോകാനായിട്ട് അത് സഹായിക്കും. നോർമൽ ഇ ബൈക്കുകളെ അപേക്ഷിച്ച് ഇതിനകത്ത് ഒരു റിമൂവബിൾ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. സോ ചാർജ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ബാറ്ററി ഊരിക്കൊണ്ടുപോയി കുത്തിയിട്ടാൽ മതി. ഇനി 3.5 മണിക്കൂർ നിങ്ങൾ കുത്തിയിടുവാണെങ്കിൽ ഏകദേശം 70 കിലോമീറ്റർ വരെയും നിങ്ങൾക്ക് ഈ ഒരു സൈക്കിൾ ഓടിക്കാനായിട്ട് പറ്റും ഈ ബാറ്ററി ഉപയോഗിച്ച്. അതുപോലെ തന്നെ ഈ ഒരു സൈക്കിളിനകത്ത് ഗിയറുകളൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിൽ കാണുന്ന ഡാഷ്ബോർഡ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാറിലും ബൈക്കിലും ഒക്കെ കാണുന്ന പോലെ ഒരു ഡിജിറ്റൽ മീറ്റർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഈ സെയിം സൈക്കിൾ ഉപയോഗിക്കുന്ന മറ്റ് വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകുന്ന വഴിയിൽ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാം, അവരുമായിട്ട് മാച്ച് ചെയ്യാം, അവരുമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻസും നടത്താം. മൂന്നാമത്തത് സൂവി ഹലോ. സൂവി ഹലോ എന്ന പേരുമായിട്ട് യാതൊരു സാമ്യവുമില്ലാത്തൊരു പ്രോഡക്റ്റ് ആണിത്. ഇത് ഒരു ഹെയർ ഡ്രയർ ആണ്. ഹെയർ ഡ്രയറിൽ എന്താണ് ഇത്രമാത്രം ഇന്നോവേഷൻ എന്ന് ചോദിച്ചാൽ, നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഡ്രയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു ഹീറ്റിംഗ് എലിമെന്റ് ഉണ്ടാവും, അതിന്റെ പുറകിൽ ഒരു ഫാൻ ഉണ്ടാവും. നമ്മൾ ഓൺ ആക്കുമ്പോൾ ആ ഒരു ഫാൻ കാറ്റടിച്ച് ഹീറ്റിംഗ് എലിമെന്റിലുള്ള ചൂട് നമ്മുടെ മുടിയിൽ പതിച്ച് നമ്മുടെ മുടിയിൽ നിന്നും വെള്ളം ഇവോപ്പറേറ്റ് ചെയ്ത് കളയും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് വഴി ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഹീറ്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തലയിലും മുടിയിലും അടിക്കുന്നു എന്നുള്ളതുകൊണ്ട് മുടിയെ നല്ല രീതിയിൽ ഡാമേജ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആൻഡ് വളരെ ക്ലോസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ മുടി കരിഞ്ഞു വരെയും പോകും. എന്നാൽ സൂവി ഹാലോയുടെ അകത്ത് ലൈറ്റ് കെയർ ടെക്നോളജി ഉണ്ട്. എന്താണ് ലൈറ്റ് കെയർ ടെക്നോളജി? നമ്മൾ നേച്ചറിൽ കാണുന്ന ഇവോപ്പറേഷൻ മെത്തേഡ്സ്, അതായത് ഒരു സൂര്യപ്രകാശം അടിച്ച് ഒരു തുണി ഉണങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ കാറ്റടിച്ച് തുണി ഉണങ്ങുന്നത് പോലെ, അപ്പോൾ ആ ഒരു രീതിയിൽ എങ്ങനെയാണോ വാട്ടർ ഡ്രൈ ആവുന്നത് നേച്ചറിൽ, അതേ രീതിയിൽ ഇവർ ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിച്ചാണ് നിങ്ങളുടെ മുടിയിൽ നിന്നും ഈ ഒരു വാട്ടർ എല്ലാം ഡ്രൈ ചെയ്ത് കളയുന്നത്. ആൻഡ് ഈ ഒരു ഇൻഫ്രാറെഡ് മെത്തേഡ് വഴി നിങ്ങളുടെ ഹെയർ ഡ്രൈ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഹീറ്റിംഗ് ഡ്രയേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ യാതൊരു ഹീറ്റും തന്നെ തെർമൽ ക്യാമറയിൽ കാണുന്നുമില്ല. ഇതിലൂടെ നിങ്ങളുടെ ഹെയർ ഏകദേശം 106 ടൈംസ് മോർ ഹൈഡ്രേറ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഏറ്റവും രസകരമായ കാര്യം, ഈ ഒരു ഹെയർ ഡ്രയറിനെ പുറകിൽ 100 സയന്റിസ്റ്റുകൾ, 100 റിസർച്ചർമാർ, 100 എഞ്ചിനീയർമാരൊക്കെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തത് സാംസങ് കഴിഞ്ഞ പോലെ ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് ആണ് സാംസങ്ങിന്റെ ഫ്രീ സ്റ്റൈൽ. സാംസങ് ഫ്രീ സ്റ്റൈൽ ഇന്ത്യയിൽ ലോഞ്ച് ആയിരുന്ന ഏകദേശം 69,000 രൂപയ്ക്കാണ്. ഇതെന്താണ്? കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മൾക്കൊരു CCTV ക്യാമറ പോലെ ഇരിക്കും. പക്ഷേ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു പ്രൊജക്ടറാണ്. ഏകദേശം 550 ലൂമെൻസിന്റെ പ്രകാശം പുറപ്പെടുവിക്കാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ടർ. ഈ പ്രൊജക്ടറിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വൈഫൈയും ഉണ്ട്, ബ്ലൂടൂത്തും ഉണ്ട് എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് അല്ലെങ്കിൽ സ്മാർട്ട് സ്പീക്കറായിട്ടും യൂസ് ചെയ്യാം. വോയിസ് അസിസ്റ്റന്റും കൂടി ഉണ്ട്. ആൻഡ് ഒന്നാമത്തേത് നോവിയം ഹോവർ പെൻ 2.0. നോർമലി ഉള്ള ഹോവർ പെന്നെ അപേക്ഷിച്ച് ഏകദേശം 23 ഡിഗ്രിയിലാണ് ഇത് ഹോവർ ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു പേന എങ്ങും തൊടാതെ ഇങ്ങനെ ഹോവർ ചെയ്യുന്നു എന്ന് മാത്രമല്ല തനിയെ സ്പിന്നും ചെയ്യുന്നുണ്ട്. ഇതിന് യാതൊരു ബാറ്ററിയുടെയും ആവശ്യമില്ല. മുഴുവനായിട്ട് കൈനറ്റിക് എനർജിയിലാണ് ഹോവർ ചെയ്യുന്നത്. അത് മാത്രമല്ല ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം എയ്റോസ്പേസ് ഗ്രേഡ് അലോയ് ആണ്. ഇത് ഇന്നോവേഷൻ എന്ന് പറയുന്നതിൽ ഉപരി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലക്ഷറി പെന്നാണ്, ഒരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതിനും ബെസ്റ്റ് ഇന്നോവേഷൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഇന്നോവേഷനിൽ ഏത് ഇന്നോവേഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.